നിക്ഷേപകരെ കബളിപ്പിച്ച് കോടികളുമായി മുങ്ങിയ പ്രധാന പ്രതിയെ പിടികൂടി എടക്കര പോലീസ്. കൊച്ചി പനങ്ങാട് നെട്ടൂർ സ്വദേശി നെടുപ്പറമ്പിൽ ജോഹൻ ജോർജി ജെയിംസിനെയാണ് കൊച്ചിയിൽ നിന്നും പിടികൂടിയത്. NM നെടുപ്പറമ്പിൽ നീതി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പണമിടപാട് സ്ഥാപനത്തിന്റെ മറവിലാണ് എടക്കര, നിലമ്പൂർ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തിയത്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ നിക്ഷേപമായി സ്വീകരിച്ചത് കാലാവധി എത്തിയിട്ടും തിരികെ പണം ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർക്ക് കബളിപ്പിക്കപ്പെട്ട കാര്യം മനസ്സിലായത്. കേരളത്തിലെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ചീറ്റിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നുണ്ട്. പ്രതികളെ കണ്ടെത്തുന്നതിനായി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉള്ള അന്വേഷണ സംഘം എറണാകുളം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു. എന്നാൽ കോടികൾ തട്ടിയെടുത്ത് സ്ഥാപന ഉടമ നെടുമ്പറമ്പിൽ ജോഹൻ ജോർജി ജെയിംസ് മാസങ്ങൾക്ക് മുമ്പ് ഒളിവിൽ പോവുകയും കേരളത്തിന് പുറത്തും എറണാകുളത്ത് വിവിധ ഫ്ളാറ്റുകളിലായും മാറി മാറി താമസിച്ചു വരികയുമായിരുന്നു. ഇയാൾക്കെതിരെ മലപ്പുറം എടക്കര പോലീസ് സ്റ്റേഷനിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ മാത്രം 3 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് എടക്കര പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. സമൂഹത്തിൽ സൽപ്പേരുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥരെയും മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരെയും സൈന്യത്തിൽ നിന്നും പിരിഞ്ഞ് ഉയർന്ന ഉദ്യോഗസ്ഥരെയും വിവിധ ബ്രാഞ്ചുകളിൽ മാനേജർമാരാക്കി ഉയർന്ന ശമ്പളവും ഇൻസെന്റീവും നൽകിയും സ്ഥാപനത്തിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തുമാണ് പ്രതി കോടികളുടെ നിക്ഷേപം സ്വീകരിച്ചത്. 2 മാസം മുൻപ് മലപ്പുറം ചുങ്കത്തറ ബ്രാഞ്ച് മാനേജർ റിട്ടയർഡ് ക്യാപ്റ്റൻ മാത്യു CA എന്നയാളെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞു വരികയാണ്. അതോടെ കൊച്ചിയിലെ ആഡംബര കോർപ്പറേറ്റ് മെഡ്സ്റ്റർ എന്ന പേരിലുള്ള ഓഫീസ് പൂട്ടിമുങ്ങിയ ഉടമ ജോഹൻ ജോർജി ജെയിംസ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി മുൻകൂർ ജാമ്യം തള്ളുകയായിരുന്നു. പ്രതിയെ പിടികൂടുന്നതിനായി ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ DYSP സാജു K എബ്രഹാം, എടക്കര ഇൻസ്പെക്ടർ കമറുദ്ദീൻ വള്ളിക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ എടക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള 5 അംഗ അന്വേഷണ സംഘം എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ പനങ്ങാട് പോലീസിന്റെ സഹായത്തോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എടക്കര SI M അസൈനാർ, SIയുടെയും AS സതീഷ് കുമാറിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് ASI ഷീജ, SCPO അനൂപ് V, CPO നജമുദ്ദീൻ മുണ്ടേരി, പനങ്ങാട് SI മുനീർ, CPO ശ്രീജേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതി നിലവിൽ താമസിച്ചിരുന്ന നെട്ടൂരുള്ള പുതിയ ഫ്ളാറ്റ് കാണിച്ചു തരാതെ വഴിതെറ്റിക്കാനും ശ്രമവും നടത്തി. നിലവിലെ ഫ്ളാറ്റ് മാസം 1.5 ലക്ഷം വാടകയുള്ളതാണ്. അവിടെ നിന്നും പ്രതിയുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും, പ്രതി ഉപയോഗിച്ചിരുന്ന ATM, ക്രെഡിറ്റ്, ഡെബിറ്റ്, ഇന്റർനാഷണൽ കാർഡുകളും പ്രതിയുടെ കാറും അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേരളത്തിൽ 100-ലധികം ബ്രാഞ്ചുകളിലായി കോടികളുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയത്. ജോഹന്നാന്റെ പിതാവടക്കമുള്ള കൂട്ടുപ്രതികൾ വിദേശത്തേക്ക് കടന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ ഇടക്കൊച്ചിയിലെ അക്യോനസ് കോളേജിന് സമീപമുള്ള 3 നിലകളിലായി പ്രവർത്തിച്ചിരുന്ന ആസ്ഥാന മന്ദിരം മാസങ്ങൾക്ക് മുൻപേ അടച്ചുപൂട്ടുകയും രാത്രികാലങ്ങളിൽ ഓഫീസിലെ മുതലുകൾ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, പ്രതികൾ താമസിച്ചിരുന്ന ആഡംബര വീടുകളും ഫ്ളാറ്റുകളും പൂട്ടിയിട്ട് കുടുംബാംഗങ്ങൾ രഹസ്യമായി പുതിയ താമസ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ പ്രതികൾക്കെതിരെ എടക്കര പോലീസ് സ്റ്റേഷനു പുറമെ നിലമ്പൂർ, വഴിക്കടവ്, പോത്തുങ്കൽ, എടവണ്ണ പോലീസ് സ്റ്റേഷനുകളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ നിലമ്പൂർ JFCM കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്തെ മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലേക്ക് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും. പോലീസ് ഇടപാടുകാരും കൊച്ചിയിൽ അന്വേഷിച്ചെത്താൻ തുടങ്ങിയതോടെ മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് മുതലായ വൻ നഗരങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ജോഹൻ. 2 ദിവസം മുൻപാണ് ഹൈദരാബാദിൽ നിന്നും നെട്ടൂരിലുള്ള ഫ്ളാറ്റിലെത്തിയത്. ഈ ചാനൽ ന്യൂസ് എടക്കര.